വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് സഫർ. എന്നെയും എൻ്റെ ചാനലിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെരി വോം വെൽക്കം ടു അവർ ഫാമിലി. തമിഴിൽ കണ്ടപ്പോൾ തന്നെ ഏറെക്കുറെ നമ്മൾ ഇന്ന് എന്താ പരിപാടി എന്നറിയാലോ. അപ്പോൾ ഞാനൊരു റൂം മേക്ക് ഓവർ ആണ് ആക്ച്വലി ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. സാധാരണ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൂം മേക്ക് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്രിസ്മസിന് ഇതേപോലെ ക്രിസ്മസ് ഡെക്കോർസ് ഒക്കെ കുറേയൊക്കെ ഹാൻഡ് മെയ്ഡ് ആക്കി ഉണ്ടാക്കി കുറേയൊക്കെ മേടിച്ച് അത്യാവശ്യം നല്ല ക്രിസ്മസി വൈബ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് ചാനൽ ഉണ്ടായിരുന്നില്ല. സോ ഞാനിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മേക്ക് ഓവർ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എന്തായാലും ഓണം അല്ലേ, അപ്പോൾ ഓണം അടുപ്പിച്ചിട്ടൊരു ഓണം മേക്ക് ഓവർ ചെയ്യാം എന്നിങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഇന്നലെ തൊട്ട് ഇങ്ങനെ ചാറ്റ് ജിപിടിനോട് ഓരോ ഇൻസ്പിറേഷൻസ് ഒക്കെ ചോദിച്ച് റൂമിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ ഇട്ട് എങ്ങനെ ഓണം വൈബ് ആക്കാം എന്നൊക്കെ ചാറ്റ് ജിപിടിനോട് ചോദിച്ച് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം നമുക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ട്. മൊത്തം DIY മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പൈസ കളയാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. നാളെ തിരുവോണമാണ്, ഇന്ന് ഉത്രാടം. സോ എനിക്കിത് ലീവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ മേക്ക് ഓവർ എന്നും പറഞ്ഞ് പോകും. വേറെ കുറേ പ്ലാൻസ് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചധികം ക്രാഫ്റ്റ്സ് എടുക്കണം, ഒരു ദിവസം 2 വീഡിയോസ് ഒക്കെ വെച്ച് ഇടണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ഉണ്ട്. പക്ഷെ മിക്കവാറും ഇന്നത്തെ ദിവസം മൊത്തം മേക്ക് ഓവർ എന്നും പറഞ്ഞ് പോകുന്ന ലക്ഷണമെല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ബയോപ്പണി എടുക്കാം. മേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ രാവിലെ ആയിരുന്നു, പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് രാത്രിയായി. എൻ്റെ ഇൻട്രോയിലെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചത് ഞാൻ എൻ്റെ മേക്ക് ഓവർ എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഗൈസ്. അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഓണമല്ലേ, കുറച്ച് പുഷ്പിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല പൂവുള്ള കർട്ടനാണ് ഞാൻ എടുത്തിട്ടേക്കുന്നത്. ഇത് ഞാനൊരു 2-3 വർഷം മുന്നേ മീഷോന്ന് മേടിച്ചതാണ്. എൻ്റെ ഏറ്റവും സമയം പോണത് ഈ ടേബിൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മണ്ടയിലില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല. ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടേബിളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ബെഡിലിടുക. എന്നിട്ട് ബെഡ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ബെഡിൽ നിന്നിരിക്കുന്ന സാധനങ്ങൾ പിന്നെ എടുത്ത് ടേബിളിലിടുക. ഇത് തന്നെ ആയിരിക്കും ഒരു 2-3 പ്രാവശ്യം നടക്കുക. ഈ ഓണത്തിൻ്റെ എസ്തറ്റിക്സ് എന്ന് പറയുന്നത് മൺചട്ടിയും ഭരണിയും പൂവൊക്കെയാണല്ലോ. ദേ ഞാൻ ഈ ഇടണത് നമ്മളുണ്ടാക്കിയ മുല്ലപ്പൂ കേട്ടോ. ഇതിൻ്റെ വീഡിയോ കാണാത്തവർ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാൻ, പോയി കണ്ടുവെക്കാം. ഈ മാരിഗോൾഡും ഞാൻ ഉണ്ടാക്കിയതാണ്. എൻ്റെ ഈ ബാംഗിൾ സ്റ്റാൻഡ് അടുക്കിയപ്പോഴാണ് എനിക്ക് ഇത്രയധികം വള ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഇത്രയും വള ഉണ്ടായിട്ട് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ കയ്യിലൊന്നും ഇല്ലാണ്ടായിരിക്കും ഞാൻ പോവുക. ഇതോടുകൂടി നമ്മുടെ മേക്ക് ഓവറൊക്കെ ഏകദേശം തീർന്നു. കുറച്ച് എസ്തറ്റിക് ഷോർട്സ് കണ്ടാലോ ഇനി? നമ്മുടെ ഓണം മേക്ക് ഓവർ വിചാരിച്ചതിനെക്കാട്ടി നല്ലോണം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻസിൽ പറയുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ബൈ.